പശ്ചിമേഷ്യയിൽ സംഘർഷം ദിനംപ്രതി രൂക്ഷമാകുന്നതിനിടെ ആഗോള ശക്തി സമവാക്യങ്ങളെ തന്നെ ബാധിക്കാവുന്ന പുതിയ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. പാശ്ചാത്യ രഹസ്യാന്വേഷണ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് റഷ്യ ഇറാനിലേക്ക് ഘട്ടം ഘട്ടമായി ഡ്രോണുകൾ രഹസ്യമായി എത്തിക്കുന്നതായി സൂചനകളുണ്ട്. മരുന്നുകളും ഭക്ഷണവും ഉൾപ്പെടുന്ന മാനുഷിക സഹായങ്ങളോടൊപ്പം സൈനിക സാങ്കേതികവിദ്യയും കൈമാറപ്പെടുന്നുണ്ടെന്നതാണ് റിപ്പോർട്ടിന്റെ പ്രധാന കണ്ടെത്തൽ. വിയോൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അമേരിക്ക-ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിന് പിന്നാലെയാണ്. അതിനുശേഷം വളരെ വേഗത്തിലാണ് റഷ്യയും ഇറാനും തമ്മിലുള്ള ഇടപാടുകൾ ശക്തമായതെന്നാണ് സൂചന. പ്രത്യേകിച്ച് ഇറാൻ ഇതിനകം തന്നെ ഉക്രൈനിൽ ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് ഷാഹേദ് പരമ്പരയിലെ ഡ്രോണുകൾ നൽകിയിരുന്നു എന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ഒരു റോൾ റിവേഴ്സൽ ആയി വിലയിരുത്തപ്പെടുന്നു. അതായത്, മുമ്പ് വിതരണക്കാരനായിരുന്ന ഇറാൻ ഇപ്പോൾ സാങ്കേതികമായി മെച്ചപ്പെടുത്തിയ സംവിധാനങ്ങൾ തേടുന്ന നിലയിലേക്കാണ് മാറിയിരിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെ റഷ്യ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവായ ദിമിത്രി പെസ്കോവ് വ്യാജവാർത്തകൾ വ്യാപകമായി പ്രചരിക്കുകയാണ് എന്നു പറഞ്ഞുകൊണ്ട് സൈനിക സഹായം നൽകിയെന്ന ആരോപണം തള്ളിക്കളഞ്ഞു. അതേസമയം അസർബൈജാൻ വഴി 13 ടണ്ണിലധികം മരുന്ന് ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം ഇറാനിലേക്ക് അയച്ചതായി റഷ്യ ഔദ്യോഗികമായി സമ്മതിക്കുകയും ചെയ്തു. ഇതിലൂടെ മാനുഷിക സഹായത്തിന്റെ മറവിൽ കൂടുതൽ സങ്കീർണമായ ഇടപാടുകൾ നടക്കുന്നുണ്ടോയെന്ന സംശയം ശക്തമാകുന്നു. റഷ്യയുടെ ലക്ഷ്യം വെറും യുദ്ധസഹായത്തിൽ ഒതുങ്ങുന്നില്ലെന്നാണ് പാശ്ചാത്യ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കുക എന്നതാണ് റഷ്യയുടെ വലിയ ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു. സൈനിക സഹായത്തോടൊപ്പം സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകിക്കൊണ്ട് ഇറാനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിനു പിന്നിൽ. ഇത് ഒരു പരസ്യ പ്രതിരോധ കരാറില്ലാത്തതെങ്കിലും പ്രായോഗികമായി പ്രവർത്തിക്കുന്ന ഒരു തന്ത്രപരമായ സഖ്യത്തിന്റെ രൂപീകരണമായി കാണപ്പെടുന്നു. ഡ്രോണുകളുടെ പ്രാധാന്യം ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധേയമാണ്. ഇറാൻ ഇതിനകം തന്നെ ചിലവ് കുറഞ്ഞ എന്നാൽ കൃത്യതയേറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് യുദ്ധഭൂമിയിൽ വലിയ മാറ്റം സൃഷ്ടിച്ച രാജ്യമാണ്. 2023 മുതൽ റഷ്യ ഇറാനിയൻ ഡിസൈനുകൾ അടിസ്ഥാനമാക്കി സ്വന്തം ഡ്രോണുകൾ വൻതോതിൽ നിർമ്മിച്ചു വരികയാണ്. ഇപ്പോൾ അതേ സാങ്കേതികവിദ്യയെ കൂടുതൽ മെച്ചപ്പെടുത്തി തിരിച്ചും ഇറാനിലേക്ക് എത്തിക്കുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഷാഹേദ് 136 ഡ്രോണിന്റെ പരിഷ്കരിച്ച പതിപ്പായ ഗെരാൻ 2 ഇറാനിലേക്ക് കൈമാറപ്പെടുന്നുണ്ടാകാമെന്ന സൂചനകളുണ്ട്. ഈ ഡ്രോണുകൾക്ക് കൂടുതൽ ഭാരമേറിയ പേലോഡുകൾ വഹിക്കാനുള്ള കഴിവും ആന്റി ജാമിംഗ് സംവിധാനവും മെച്ചപ്പെട്ട നാവിഗേഷൻ സംവിധാനങ്ങളും ഉള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത്തരം സാങ്കേതിക പുരോഗതികൾ ഇറാന്റെ ഡ്രോൺ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അതിനെ കൂടുതൽ അപകടകാരിയാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം സൈനിക സഹായം ഡ്രോണുകളിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ, ഇന്റലിജൻസ്, ലക്ഷ്യമിടൽ സഹായങ്ങൾ എന്നിവയും റഷ്യ ഇറാനുമായി പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ വിലയിരുത്തുന്നു. 500 വെർബ ലോഞ്ചറുകളും 2500 മിസൈലുകളും ഉൾപ്പെടുന്ന വലിയൊരു വ്യോമ പ്രതിരോധ പാക്കേജ് പോലും റഷ്യ പദ്ധതിയിട്ടതായി സൂചനയുണ്ട്. എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ S-400 പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ നൽകുന്നതിൽ റഷ്യ ഇപ്പോഴും ജാഗ്രത പുലർത്തുകയാണ്. ഈ പശ്ചാത്തലത്തിൽ റഷ്യ-ഇറാൻ ബന്ധം ഒരു സാധാരണ സഹകരണത്തിനപ്പുറം ആഴത്തിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് നീങ്ങുന്നതായി വ്യക്തമാണ്. ഔദ്യോഗികമായി പരസ്പര പ്രതിരോധ കരാറില്ലാത്തതെങ്കിലും ആയുധങ്ങൾ, സാങ്കേതികവിദ്യ, ഇന്റലിജൻസ് എന്നിവയുടെ കൈമാറ്റം വർദ്ധിക്കുന്നത് ഈ ബന്ധത്തിന്റെ ശക്തിയെ വ്യക്തമാക്കുന്നു. ഇത് ലോക പൊളിറ്റിക്സിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വികസനമാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥയിൽ ഈ കൂട്ടുകെട്ട് ശക്തിപ്പെടുന്നത് മേഖലയിലെ ശക്തിസമവാക്യങ്ങളെ മാറ്റിമറിക്കാം. ചെറിയ തോതിലുള്ള സാങ്കേതിക കൈമാറ്റങ്ങൾ പോലും വലിയ യുദ്ധങ്ങൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യത്തിൽ റഷ്യ-ഇറാൻ സഹകരണം ഭാവിയിലെ ലോകരാഷ്ട്രീയത്തിൽ നിർണായക ഘടകമാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു.